ഇന്ന് കുറച്ച് കുപ്പിയും പാട്ടായിക്കോട്ടെ അല്ലേ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും, ധാരാളം കുപ്പികളുണ്ടാവും. പക്ഷെ അതൊക്കെ വെറുതെ നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഞാനും ഇപ്പോഴാട്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്തിനാ വെറുതെ കൊടുക്കണത്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊരു ട്രിക്കല്ല, നമുക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം ചെയ്യാം. അതിനെന്താ, ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ഗ്യാസിൽ വെച്ച് കമ്പി ചൂടാക്കുക, അടപ്പിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. ചിലർക്ക് ഇതിലാറ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചെറിയൊരു ഐഡിയ, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞ് ഐഡിയയാണ് ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ എന്തായി, അതവിടെ സൂപ്പറായിട്ട് നിന്നോളും. അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ഭാഗം ഉണ്ടാവില്ലേ, അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി, മൂട് ഭാഗം കുറച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് പിന്നെ നമ്മളെ ഈ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുള്ള ആ ചാക്കിക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. അടപ്പ് ഭാഗം മണ്ണിക്ക് തട്ടുന്ന വിധത്തിൽ ഇറക്കി വയ്ക്കുക. കണ്ടോ, എൻ്റെ ചെറുള്ളിയൊക്കെ മുളച്ചിട്ടുണ്ടോ. ഇതിൽ ഞാൻ വേറെ സംഭവമായിട്ടോ നടുന്നത്. അപ്പോൾ ഇത് ഒന്നുമില്ല, ഈ വേസ്റ്റ് ചാക്കിലെ മണ്ണ് കണ്ടോ, അത് ഫുള്ള് മുറ്റടിക്കുന്ന ചെമ്മലയും പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുള്ള കേട്ടോ. മണ്ണ് എന്ന് പറയുന്ന സാധനം ഇത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, അധികം ചെമ്മലയും മുട്ടത്തോടും വേസ്റ്റും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്നല്ലേ കാണിച്ചു തരാം. എൻ്റെ ഇന്നത്തെ വേസ്റ്റ് കേട്ടോ. ഇങ്ങനെ അനവധി വേസ്റ്റ് നമ്മളെ വീട്ടിലുണ്ടാവും, പക്ഷെ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അതുപോലെ മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പണി തന്നെ കേട്ടത്. ഇതിന് വലിയ പണിയൊന്നുമില്ല. ഞാൻ ചെയ്യണ കണ്ട് എൻ്റെ കുട്ടിയും തേജുട്ടനടക്കം എന്തെങ്കിലും വേസ്റ്റ് പഴത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓന് വേഗം കൊണ്ടുപോയി ചാക്കിലിടും. അപ്പം ഞാൻ ഇടുന്ന കണ്ടിട്ടാണ് ഓൻ അങ്ങനെ ചെയ്തത്. ഇങ്ങനത്തെ കുറച്ച് വേസ്റ്റ് മതി നമ്മളെ പച്ചക്കറിയും ചെടികളൊക്കെ വളരാൻ. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുക. ഓരോരോ അസുഖങ്ങളല്ലേ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അസുഖം, അതായത് ക്യാൻസറും കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ നമ്മളെ മക്കൾക്കും അങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നല്ലതൊക്കെ ഒന്ന് കഴിച്ചോട്ടെ. എപ്പോഴും ഈ ഒരു ഇറച്ചിയും മീനും പുറത്തുനിന്ന് മേടിക്കണ വിഷമടിച്ച പച്ചക്കറിയൊക്കെ കഴിവതും ഒഴിവാക്കുക നല്ലത്. അങ്ങനെ ഞാൻ ആ മുറിച്ച എൻ്റെ ആ കുപ്പിയിൽ അത് മണ്ണിലൊന്നിട്ട് കുറച്ച് താഴ്ന്ന വിധത്തിൽ കുറച്ചിട്ടോ. അപ്പം അങ്ങനെ ആക്കിയിട്ട് അയക്കാണ് ഞാൻ ഈ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും നിറച്ച് വെക്കുന്നത്. മറ്റേ ഞാനാകെ ചാക്കിലാകെ പരത്തിയിടലായിരുന്നു. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ തോന്നിയൊരു ഇതാണത്. ഇങ്ങനെ നിറച്ച് വെച്ചാൽ സുഖമായല്ലോ, നമുക്ക് വേണമെങ്കിൽ ആ ചാക്കിൻ്റെ ചുറ്റും കുഴിച്ചിടുകയും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോഴാണ് ഞാൻ മേടിച്ച പീച്ചിങ്ങൻ്റെ വിത്തുണ്ടായിരുന്നു, അത് കുഴിച്ചിടുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകട്ടെ എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, കുറേ ഉണ്ടായിരുന്നു, 2-3 പിന്നെ ഞാൻ അംഗനവാടി തേജുട്ടൻ്റെ ടീച്ചർക്ക് കൊടുത്തു. പിന്നെ 4 ഞാൻ നട്ടേന്ന് കേട്ടോ. അത് ഞാൻ ആ ക്രിസ്മസിൻ്റെ വെക്കേഷന് പോയതിൽ വന്നപ്പോഴേക്കിനൊക്കെ ഈ സാധനങ്ങൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അത് അങ്ങനെ ചത്തുപോയി. അപ്പോൾ ഞാൻ 2 മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നടുന്നത്. എന്താകുമോ എന്തോ. അപ്പോൾ നമുക്ക് നട്ട് നോക്കാം. എന്തായാലും നമുക്ക് നടാനല്ലേ കഴിയുള്ളൂ. ബാക്കി ഫലം ഉണ്ടാവണ്ടേ എന്നുള്ളതൊക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്താ, നമുക്ക് നടുക, അതിന് വെള്ളം കൊടുക്കുക, വളമ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വേസ്റ്റ് ഇട്ടതും അതുപോലെ അപ്പുറഭാഗത്ത് ഉള്ളി ഉണ്ടല്ലോ, ചെറുള്ളിയാണ് ഇട്ടത്. അപ്പോൾ അത് മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുള്ളീൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ പെട്ട കുട്ടികളൊക്കെ ഉണ്ടായതാണ് തോന്നുന്നു, മുളച്ചുണ്ടായത് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു വിത്ത് അവിടെയും നട്ട് കൊടുത്തു, ഒരു വിത്ത് ഇവിടെയും നട്ട് കൊടുത്തു. ഇനിയൊക്കെ ഭാഗ്യം പോലെ വരട്ടല്ലേ. നമ്മൾ ചെയ്യാനുള്ള നനയും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ, ബാക്കിയൊക്കെ യോക്കാം. അപ്പം ഇങ്ങനെ നട്ട കൈപ്പിഞ്ഞും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങൾ പറിച്ചു കേട്ടോ. ഇപ്പം ഇതാ മുളകുന്ന ഇതൊക്കെ പോയ തയ്യേന്ന് കേട്ടോ. പിന്നെ ഞാനതൊക്കെ പറിച്ച് ചാക്കിൽ നട്ടു. ഉണ്ടാക്കാൻ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്ഥലം അതാണ് ഇല്ലാത്തത്, പിന്നെ കാനലും. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കൈപ്പങ്ങ കേട്ടോ, ഒരു 3-4 മരടുണ്ട്. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഉണ്ടായത് ഞങ്ങൾ
പറിച്ച് കഴിച്ച് അതിൻ്റെ വള്ളിയും നാരൊക്കെ പറിച്ച് വലിച്ചെറിഞ്ഞു ഉണങ്ങിയപ്പോൾ. പിന്നെ രണ്ടാമതും പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ വിത്ത് നട്ടത് തന്നെയാണത്. അപ്പോൾ പോകുന്നുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ കറിവേപ്പില കണ്ടോ, എല്ലാവരും നുള്ളി കൊമ്പൊടിച്ച് അങ്ങനെ ആയിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാരനെ കേട്ടോ. അവർക്ക് നനയ്ക്കാനൊന്നും വയ്ക്കുമല്ലോ, പക്ഷെ കൊമ്പൊടിച്ച് ഉണ്ടാക്കാൻ നല്ല ഉഷാറാണ് അവർ. ഇറച്ചിയും മീനോട് കൊടുത്താൽ എനിക്കതാ പണി. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ പറയും ഒന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് പറയും ആരേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം.